ഇന്നൊരു വെജ് റെസിപ്പിയാണ്. ഹായ്, ഇത് നമുക്ക് പൊട്ടാറ്റോ വെച്ചൊരു സ്റ്റ്യൂ വെച്ചാലോ? തൃശ്ശൂരിൽ സദ്യക്ക് ഉണ്ടാവുന്ന ഒരു വിഭവമാണ്. വീഡിയോയിലേക്ക് കടക്കാം. കഴുകിയ പൊട്ടാറ്റോ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കഴുകി വൃത്തിയാക്കിയ പൊട്ടാറ്റോ നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നു. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കർ അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുത്ത് ഉരുളൻകിഴങ്ങാണിത്. വലിയ ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലി പൊളിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ കറി കഴിച്ചിട്ടുണ്ടോ? എരിവില്ലാത്ത നല്ല ടേസ്റ്റി കറിയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അതിലേക്ക് ആവശ്യമായ പാലിന് വേണ്ടി 1 കപ്പോളം തേങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കാം. പാൽ പിഴിയാനായി തേങ്ങ നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാം. വേവിച്ച് വെച്ച പൊട്ടാറ്റോ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിൽ കാണിക്കുന്ന പോലെ വേണം അരിഞ്ഞെടുക്കാൻ. തൃശ്ശൂർ ഭാഗത്ത് സദ്യക്ക് മെയിനായിട്ടുള്ള കറിയാണിത്. പൊട്ടാറ്റോ നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത പൊട്ടാറ്റോ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ചതച്ചെടുത്ത ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ പിഴിഞ്ഞെടുത്തതാണിത്. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 3 പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 3 പാലിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങാണിത്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചെടുത്താൽ മതി. ഇത് കുറച്ചൊന്ന് വറ്റിക്കണം. ഇപ്പുറത്തെ പാനിൽ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാലെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.